എ.കെ. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോട്ടയത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകുമെന്നാണ് വാർത്തകൾ വരുന്നത്. അത്തരത്തിലാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശം രൂപമായിരിക്കുന്നത്. കേരളത്തിൽ ജനുവരി 30 മുൻപ് 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കേന്ദ്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന 100 മണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങൾ കേരളത്തിലാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി, ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി മുരളീധരൻ, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ, പാലക്കാട്ട് സി കൃഷ്ണകുമാർ, പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരൻ അല്ലെങ്കിൽ പി.സി. ജോർജ്, വയനാട്ടിൽ അബ്ദുള്ളക്കുട്ടി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, കോഴിക്കോട്ട് നവ്യ ഹരിദാസ് അല്ലെങ്കിൽ എം.ടി. രമേശ്, വടകരയിലാകട്ടെ പ്രഫുൽ കൃഷ്ണ, കാസർഗോട്ട് അഡ്വക്കേറ്റ് ശ്രീകാന്ത് അല്ലെങ്കിൽ പി.കെ. കൃഷ്ണദാസ് എന്നിങ്ങനെയാണ് സാധ്യതാ പട്ടിക പുറത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരേ മണ്ഡലത്തിൽ തന്നെ 2 പേരുകളെല്ലാം പട്ടികയിൽ ഉണ്ടെങ്കിലും 2 മണ്ഡലത്തിൽ ഒരാളുടെ പേരുള്ളത് അത് അനിൽ ആന്റണിയുടേതാണ്. കോട്ടയത്തിന് പുറമെ ചാലക്കുടിയിലും ആ പേര് പറഞ്ഞു കേൾക്കുന്നു. കോട്ടയം ഒരുപക്ഷേ അനിൽ ആന്റണി കണ്ടിട്ടുണ്ടാകും, എന്നാൽ ചാലക്കുടി വഴി ബസ്സിൽ പോയിട്ടുണ്ടാകാനും സാധ്യതയില്ല. പക്ഷേ എ.കെ. ആന്റണിയുടെ മകനായതുകൊണ്ട് എവിടെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നതാണ് ബി.ജെ.പി. പറയുന്നത്. മാത്രമല്ല, ആന്റണിയുടെ പഴയ മണ്ഡലമായ ചേർത്തലയുമായി അതിർത്തി പങ്കിടുന്ന കുമരകവുമൊക്കെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നതുമാണ്. അങ്ങനെയൊക്കെയുള്ള ക്രൈസ്തവ മതത്തിലെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി.ജെ.പി. ഒരു ക്രൈസ്തവനെ തന്നെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടൊന്നും വലിയ കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ സ്ഥാനാർത്ഥികളും കോട്ടയത്ത് ക്രൈസ്തവർ തന്നെയാണ്. എന്നാൽ അനിൽ ആന്റണി മത്സരത്തിനിറങ്ങിയാൽ UDF കൂടുതൽ ശക്തരാകുകയും LDF വോട്ടുകൾ വഴിമാറിപ്പോവുകയും ചെയ്യുമെന്നതാണ് ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ പേടി. അതിന് പ്രധാന കാരണമുണ്ട്. അനിൽ ആന്റണി കോൺഗ്രസിനെ വഞ്ചിച്ചുപോയ യൂദാസാണെങ്കിൽ ജോസ് കെ മാണി UDFനെ തന്നെ വഞ്ചിച്ചുപോയ യൂദാസാണ്. മാത്രമല്ല, 2 പേരും മുന്നണിയുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഉപ്പും ചോറും തിന്ന് സ്വന്തം പിതാവിനെ കരയിപ്പിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. മാണി സാറിനെ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും അധികം ഉപദ്രവിച്ചത് CPM ആണെന്നിരിക്കെ അവരുടെ ഒക്കെ ചങ്ങാതിയാണ് ഇപ്പോൾ ജോസ് കെ മാണി. എന്നാൽ ജനിക്കുമ്പോൾ മുതൽ കോൺഗ്രസ് നൽകിയ പദവിയുടെ ചെലവിൽ ജീവിക്കുന്ന അനിൽ ആന്റണി ഇന്ന് ഏറ്റവും പുലഭ്യം പറയുന്നതും കോൺഗ്രസിനെ തന്നെയാണ്. ഇവിടെ ജോസ് കെ മാണി തൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിയെ LDFന് വേണ്ടി മത്സരിപ്പിക്കുമ്പോൾ അനിൽ ആന്റണി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ആയി നേരിട്ടെത്തുന്നു. ഇതിനപ്പുറം ശക്തമാകാൻ കോൺഗ്രസിനും UDFനും വേറെന്താണ് വേണ്ടത്? UDFൻ്റെ വോട്ടുകൾ പരമാവധി സമാഹരിക്കാനും റെക്കോർഡ് വിജയം നേടാനും ഒപ്പം അധികാരത്തിൻ്റെ അപ്പക്കഷണം തേടിപ്പോയ ഈ അഭിനവ യുദാസുകളെ തറപറ്റിക്കാനും UDFന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമായിരിക്കും കോട്ടയത്തെ തെരഞ്ഞെടുപ്പ്. അതായത് ഒരു വെടിക്ക് 2 പക്ഷി.